ഹലോ എവരിവൺ. പലർക്കും ഈ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെർസെൻറ്റേജ് ഇൻക്രീസിന്റെ ഡേറ്റ അല്ലെങ്കിൽ പെർസെൻറ്റേജിന്റെ ഡിക്രീസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ഒരു പെർസെൻറ്റേജ് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ 20% ഓഫ് 20,000 കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ 20/100 ഇൻറ്റു 20,000 ചെയ്യുക, നമുക്കപ്പോൾ 4000 ആൻസർ കിട്ടും. അപ്പം അതാണ് 20% ഓഫ് 20,000. ഇനി നിങ്ങളുടെ സാലറി 30,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മാസത്തെ സാലറി നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ മാനേജർ പറയാണ് അടുത്ത മാസം ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പൊ അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് 10% ഇൻക്രിമെന്റ് ഞാൻ നിങ്ങളുടെ സാലറിയിൽ തരികയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ സന്തോഷമായി, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ 10% ഓഫ് 30,000 കണ്ടുപിടിക്കണം, 30,000 കൂടെ ആഡ് ചെയ്യണം. അതിനേക്കാൾ എളുപ്പത്തിൽ ഈ ഇൻഎഫക്ട് പെർസെൻറ്റേജ് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി ഉള്ള 30,000 നമുക്ക് 100% കണക്കാക്കിയാൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് 10%. അപ്പോൾ 100 + 10 ഇൻഎഫക്ട് പെർസെൻറ്റേജ് 110% ആവും. അപ്പോൾ 110% ഓഫ് 30,000 കണ്ടാൽ മതിയാവും നിങ്ങളുടെ അടുത്ത മാസത്തെ ഇൻക്രീസ്ഡ് സാലറി ഡയറക്റ്റ് ആയി ലഭിക്കും. അതായത് 110/100 ഇൻറ്റു 30,000, ദാറ്റ് ഈസ് 33,000 rupees യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഇനി നിങ്ങളുടെ കമ്പനിയിലുള്ള നിങ്ങളുടെ പെർഫോമൻസ് അത്ര നന്നായില്ല, അപ്പൊ നിങ്ങൾ മാനേജർ ശ്രദ്ധിച്ചിട്ട് മാനേജർ പറയുകയാണ് അടുത്ത മാസം തൊട്ട് നിന്റെ സാലറിയിൽ ഞാൻ ഒരു 5% കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ 30,000ന്റെ 5% കണ്ടുപിടിക്കണം, 30,000 കുറയ്ക്കണം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഉള്ള 30,000 100%. അതിൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 95%. അപ്പോൾ 95% ഓഫ് 30,000 കണ്ടാൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത മാസത്തെ കുറഞ്ഞ സാലറി നിങ്ങൾക്ക് ലഭിക്കും. അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മാത്സിന്റെ ട്രിക്സും ഇൻഫർമേഷൻസിനുമായി ഈ ചാനൽ ഫോളോ ചെയ്യണം. ഈ വീഡിയോ എല്ലാവരേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.